തുടങ്ങാം. നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഒന്ന് എഴുതിയിരിക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേ. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ നേതൃത്വത്തിൽ വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സ് ആണ് നമ്മൾ ഇന്ന് അവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു. അവിടെ നമ്മളതിനൊരു ചെറിയ ഇൻട്രഡക്ഷൻ, സിലബസ് ഒന്നും നമ്മളായില്ല, ഒരു ഇൻട്രഡക്ഷൻ തന്നു. സിലബസ് തരാനായിട്ട് തുടങ്ങി. പക്ഷേ സിലബസ് എനിക്ക് തോന്നുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഒരു പാഠത്തിൻ്റെയോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മറ്റേ സിലബസ് തന്നെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ പുതുതായിട്ടായാലും കാണും. എന്നാലും ഇനിയിപ്പോൾ നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇന്നു മുതൽ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം പറയുകയും ചെയ്തു, സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്നു മുതൽ തുടങ്ങുകയാണ്. അപ്പം ആ സിലബസ് മുഴുവൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ആ സിലബസ് ആദ്യം അത് എഴുതിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൽ സ്റ്റാർട്ട് ദി ആസ് പെർ സിലബസിലുള്ള സബ്ജക്റ്റ് നമുക്ക് തുടങ്ങാം. ഞാനിപ്പം പ്രസൻറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. ഓക്കെ. അപ്പൊ ഞാൻ ആ സിലബസ് ഒന്നും കൂടെ ആദ്യം മുതൽ തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കൊടുത്തു, കംപ്ലീറ്റ് കൊടുത്തില്ല, കുറച്ച് സിലബസ് എഴുതി. അതിൽ ആദ്യം മുതൽ പറയാം. സിലബസ് ആദ്യം നമുക്കൊന്ന് എഴുതിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വിൽ സ്റ്റാർട്ട് ദി നമ്മുടെ സെഷൻ തുടങ്ങാം. ഡിപ്ലോമ കോഴ്സ് വാസ്തുശാസ്ത്രം സിലബസ്. ഞാൻ പറയുന്നത് സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ എഴുതി കാണിക്കും. അത് സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. പുസ്തകം അത് 3 പുസ്തകമായിട്ടാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 3 പുസ്തകമായിട്ടാണ് ഉള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഈ 3 പുസ്തകത്തിൽ, വോളിയം 1, അത് പുസ്തകം 1, പുസ്തകം 2, പുസ്തകം 3, അത് വോളിയം 1, വോളിയം 2, വോളിയം 3, ഇങ്ങനെ 3 പുസ്തകത്തിലായിട്ട് ഈ ഡിപ്ലോമ കോഴ്സിൻ്റെ പൂർണ്ണമായ സിലബസും 3 പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ പുസ്തകം ആവശ്യമുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് തരികയും ചെയ്യും. അത് പിന്നെ നമ്മുടെ ലാൽ, TP ലാൽ, അത് ഭാരതീയ ജ്യോതിഷ പഠനശാലയുടെ ഡയറക്ടറാണ്. അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് എത്തിച്ചേരും. നിങ്ങളുടെ അഡ്രസ്സ്, പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്താൽ മതി. അപ്പോൾ പുസ്തകം എത്തിച്ചേരും. അപ്പോൾ ആദ്യത്തെ പുസ്തകം 1, അതായത് വോളിയം 1, അതിൽ ചാപ്റ്റർ 1, അധ്യായം 1. ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. എഴുതിക്കൊള്ളുക, വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും.
അതിനെപ്പറ്റി വിവരണമൊക്കെ തുടങ്ങുമ്പോൾ പറയാം. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. അടുത്ത അത് മെയിൻ ഹെഡിങ് ആണ്. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും എന്നുള്ള മെയിൻ ഹെഡിങ് ആണ്. അതിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ ചെയ്യുക. അത് കഴിഞ്ഞ് താഴോട്ട് ആ ചാപ്റ്ററിലെ നിമിത്തം ശുഭനിമിത്തങ്ങൾ അശുഭ നിമിത്തങ്ങൾ എല്ലാവർക്കും എഴുതിയിരിക്കുന്ന വായിക്കാമല്ലോ അല്ലേ? സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന കാണാമല്ലോ? ഹലോ, കാണാം സാർ, കാണാം സാർ. ഓക്കെ. ശുഭനിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ, വാസ്തു മുഹൂർത്തം, വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം, എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അതിൽ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ, ഉത്തമ മാസങ്ങൾ. അത് ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ ഉത്തമമായ മാസങ്ങൾ. ഉത്തമ വാരങ്ങൾ, ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ഉത്തമ മാസങ്ങൾ, ഉത്തമ വാരങ്ങൾ. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ശിലാന്യാസം. സംശയമുള്ള നോക്കി എഴുതിക്കൂട, സ്ക്രീനിലുണ്ട്. ശിലാന്യാസം. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം ആഴ്ച. എഴുതിയിരിക്കുന്നു. കിണർ കുഴിക്കുന്നതിന് ഉത്തമമായ സമയം. ഗോശാല, അത് തൊഴുത്ത്. ഗോശാല എഴുതിയിരിക്കുന്നു. അധ്യായം 2 ചാപ്റ്റർ 2 താഴോട്ട് എഴുതിക്കൊള്ളുക. വസുധാലക്ഷണം, ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ് വസുധാലക്ഷണം. അണ്ടർലൈൻ ചെയ്യുക. വസുധാലക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട്. കാരണം നമ്മുടെ വീടിന്റെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, മണ്ണിന്റെ, സ്ഥലത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വസുധാലക്ഷണം. താഴെ എഴുതിക്കൂടും. വസുധാലക്ഷണം എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് താഴോട്ട് ഉത്തമ ഭൂമി ലക്ഷണം. അധമ ഭൂമി ലക്ഷണം. ഭൂമിദോഷ പരിഹാരം.
വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. വാസ്തുവിന്റെ അംഗഹീനത്വം. വാസ്തുവിന്റെ അംഗഹീനത്വം. ഭൂപരീക്ഷണം. ഭൂപരീക്ഷണം. സാർ സ്ക്രീനിൽ വരുന്നില്ല സാർ. ഇല്ല, ആർക്കും വരുന്നില്ലേ? വന്നു. വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പം? ഓക്കെ. ഭൂപരീക്ഷണം. ജാങ്കലം. ജാങ്കലം. അനൂപം. അനൂപം. സാധാരണം. സാധാരണം. ഗോമുഖി. ഗോമുഖി. വ്യാഘ്രമുഖി. വ്യാഘ്രമുഖി. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. അടുത്തത് ചാപ്റ്റർ 3, അധ്യായം 3. വൃക്ഷങ്ങൾ. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. ഇതെന്നിയായിരിക്കുന്നു സ്ത്രീ പുരുഷ നപുംസക വൃക്ഷങ്ങൾ. സ്ത്രീ ഡാഷ് പുരുഷ ഡാഷ് നപുംസക വൃക്ഷങ്ങൾ. ഇതെന്നിയായിരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. അധ്യായം 4, ചാപ്റ്റർ 4. ദേവതാ സങ്കല്പം. വാസ്തുപുരുഷൻ. നാൽപ്പത്തിയഞ്ച് ദേവനാമങ്ങൾ. നിത്യവാസ്തു.
ചരവാസ്തു, നിത്യവാസ്തു, ചരവാസ്തു. സ്ഥിരവാസ്തു, നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു. അഷ്ടദിക്പാലകർ, അഷ്ടദിക്പാലകർ. പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. ആ ചാപ്റ്റർ കഴിഞ്ഞു. അധ്യായം 5, ചാപ്റ്റർ 5. സ്ഥാനനിർണയം, സ്ഥാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. അത് ചാപ്റ്റർ ഹെഡിങ് ആണ്. സ്ഥാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. വീധി കൽപ്പന, അതിൻ്റെ ചാപ്റ്റർ തുടങ്ങുന്ന വീധി കൽപ്പന, വീധി കൽപ്പന. മഹാക്ഷേത്രം, മഹാക്ഷേത്രം. ഖണ്ഡനിർണയം, ഖണ്ഡനിർണയം. മധ്യമക്ഷേത്രം, മധ്യമക്ഷേത്രം. അല്പക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം. പദവിന്യാസം, പദവിന്യാസം. മർമ്മദോഷം, മർമ്മദോഷം. അടുത്ത ചാപ്റ്റർ അധ്യായം 6, ചാപ്റ്റർ 6. മാനനിർണയം, മാനനിർണയം. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ, കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ, മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. കോലിന്റെ അടിസ്ഥാനം, കോലിന്റെ അടിസ്ഥാനം. അധ്യായം 7, ചാപ്റ്റർ 7. യോനി കൽപ്പന, ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. യോനി കൽപ്പന. ചുറ്റളവ്, ചുറ്റളവ്. യോനി കൽപ്പന വീണ്ടും എഴുതുക. ചുറ്റളവ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ യോനി കൽപ്പന. ആദ്യത്തെ യോനി കൽപ്പന ചാപ്റ്റർ ഹെഡിങ് ആയിരുന്നു. താഴോട്ട് ചുറ്റളവ്, യോനി കൽപ്പന. ആയം, ആയം. വ്യയം, യോനി കൽപ്പന, ആയം, വ്യയം. യോനി, ആയം, വ്യയം, യോനി. നക്ഷത്രം, നക്ഷത്രം. വാരം, വാരം. തിഥി, തിഥി.
ആയുസ്, തിഥി ആയുസ്. ഇത് ഇങ്ങനെ സൈഡിലേതാ താരം എഴുതിയാലും മതി. ആയം വ്യയം കഴിഞ്ഞ് താഴോട്ട് യോനി നക്ഷത്രം എഴുതിയാലും മതി. യോനി നക്ഷത്രം തിഥി ആയുസ്. പക്ഷാന്തര വ്യയം, പക്ഷാന്തര വ്യയം. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. മാറ്റുകയാണ്. അധ്യായം 8, ചാപ്റ്റർ 8. അനുബന്ധം. ചാപ്റ്റർ ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക. അനുബന്ധം. പദയോനി കണക്കുകൾ, പദയോനി കണക്കുകൾ. കൈക്കണക്ക് പട്ടിക, കൈക്കണക്ക് പട്ടിക. മരണച്ചുറ്റളവുകൾ, മരണച്ചുറ്റളവുകൾ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ, മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, പടിഞ്ഞാറ് ദർശന. അടുത്തത് ഇതോടുകൂടി ആദ്യത്തെ ബുക്ക് കഴിഞ്ഞു. വോളിയം 1 അല്ലെങ്കിൽ ബുക്ക് 1 കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പുസ്തകമാണ്, പുസ്തകം 2, അധ്യായം 9, ചാപ്റ്റർ 9. ദീർഘവിസ്താരങ്ങൾ. അത് ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. ചാപ്റ്റർ 9ന്റെ ഹെഡിങ് ദീർഘവിസ്താരങ്ങൾ. ഗുണാംശ വിസ്താരം, ഗുണാംശ വിസ്താരം. പദയോനി, ഗുണാംശ വിസ്താരം, പദയോനി. ഗമനം, ഗമനം. വീടിൻ്റെ പരമാവധി നീളവും വീതിയും, വീടിൻ്റെ പരമാവധി നീളവും വീതിയും. ഉത്തമ ഗ്രഹത്തിൻ്റെ അളവുകൾ, ഉത്തമ ഗ്രഹത്തിൻ്റെ അളവുകൾ. ഗൃഹസ്ഥാനം, ഗൃഹസ്ഥാനം. എഴുതിയിരിക്കുന്നു. പാദമാനം, ഗൃഹസ്ഥാനം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പാദമാനം. അധിഷ്ഠാനം, അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് ആണ്. അധിഷ്ഠാനം. ബേസ്മെന്റ്, ബ്രാക്കറ്റ് ബേസ്മെന്റ്. കാലുയരം, കാലുയരം.
അസ്ഥിവാരം, ഫൗണ്ടേഷൻ. അസ്ഥിവാരം. വാതിലുകൾ, ജനലുകൾ. വാതിലുകൾ, ജനലുകൾ. അധ്യായം 10, ചാപ്റ്റർ 10. ചാപ്റ്റർ 10. ശാലാ സംവിധാനം ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. ശാലാ സംവിധാനം ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക. ഏകശാലകൾ, ഏകശാലകൾ. ദ്വിശാലകൾ, ദ്വിശാലകൾ. ത്രിശാലകൾ, ത്രിശാലകൾ. ചതുശാല, ചതുശാല എന്ന് പറഞ്ഞാൽ 4 കെട്ടാണ്. ചതുശാല. അടുത്ത ചാപ്റ്റർ, അധ്യായം 11, ചാപ്റ്റർ 11. ശുഭ അശുഭ സ്ഥാനങ്ങൾ. ശുഭ, അശുഭ സ്ഥാനങ്ങൾ. അണ്ടർലൈൻ ചെയ്യുക. ചാപ്റ്റർ ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. വാസ്തുമണ്ഡലത്തിൽ, വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക്, വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. പൂജാമുറി, അതായത് ഓരോന്നിനും യോജിച്ച സ്ഥലം, ഓരോന്നിൻ്റെ ആയിട്ട് പറയാണ്. പൂജാമുറി, കിടപ്പുമുറി, ബെഡ്റൂം. ഊണുമുറി, ഡൈനിങ് റൂം. ഊണുമുറി. ഉരൽപ്പുര, ഉരൽപ്പുര. പൂരിശാലയം, പൂരിശാലയം ഞാൻ ടോയ്ലറ്റാണ്. പൂരിശാലയം, ബ്രാക്കറ്റ് വേണമെങ്കിൽ ടോയ്ലറ്റ് ഇടാം. ടോയ്ലറ്റ്. ഗോവണി, സ്റ്റെയർ കേസ്. ഗോവണി, സ്റ്റെയർ കേസ് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇടാം. ഗോശാല, താഴോട്ട് വേണമെങ്കിൽ എഴുതാം. ഗോവണി കഴിഞ്ഞ് താഴോട്ട് എഴുതാം. ഗോശാല, തൊഴുത്ത്. ഗോശാല. കുളം, കുളം. പടിപ്പുര, പടിപ്പുര എന്ന് പറയുന്ന ഗേറ്റിനാണ്. പടിപ്പുര, ഗേറ്റ്. കിണറ്, കിണറ്. തുളസിത്തറ, തുളസിത്തറ. സെപ്റ്റിക് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്. പട്ടിക്കൂട്.
അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 12, അധ്യായം 12. പൊതു നിയമങ്ങൾ. ഹെഡിങ് ആണ് അണ്ടർലൈൻ ചെയ്യാം. ജനറൽ റൂൾസ്. അതിനെപ്പറ്റി അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് എഴുതുന്നില്ല. ഏതാണ്ട് ജനറൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോർ ദാൻ 100 റൂൾസ് ഉണ്ട്. 100 റൂൾസിൽ കൂടുതലുണ്ട് ജനറൽ ആയിട്ടുള്ള കുറേ നിയമങ്ങൾ. അതെല്ലാം. അപ്പോൾ അതെല്ലാത്തിനും ഇത് എഴുതുന്നില്ല. പൊതു നിയമങ്ങൾ എന്നുള്ളത് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഫെങ്ഷുയി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഫെങ്ഷുയി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. അധ്യായം 1, ചാപ്റ്റർ 1, ഫെങ്ഷുയിയുടെ ചാപ്റ്റർ 1. ആമുഖം. ഇൻട്രഡക്ഷൻ. ആമുഖം ഇൻട്രഡക്ഷൻ. ഇൻ കോമ യാങ്. ഇൻ കോമ യാങ്. സാർ ആ സ്ക്രീനിൽ വരുന്നില്ല. ഇല്ല, ആർക്കും വരുന്നില്ലേ? ഇപ്പൊ വരുന്നുണ്ട് സാർ. ഓക്കെ. അവിടുത്തെ സാർ സാർ ഒരു ഡൗട്ട് സാർ, ഇത് വാളിയം 3 ആണോ? അല്ല, ഇത് രണ്ടാമത്തെയാണ്. 3 ആയില്ല. 3 ആയില്ല. ഓക്കെ. വോളിയം 3 ആയില്ല. ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രത്തിലെ അധ്യായം 1 ആണ് ആമുഖം. അത് കഴിഞ്ഞ് ഇൻ ആൻഡ് യാങ്. ഇന്നും യാങ്ങും. ഇൻ യാങ് സിമ്പിൾ. ഇൻ കോമ യാങ് സിമ്പിൾ. ഇത് കാണിച്ചിരിക്കുന്നു. ചാപ്റ്റർ 2 ഫെങ്ഷുയി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. അത് ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. അതിൽ അധ്യായം 2 പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. ഹെഡിങ് ആണ് അണ്ടർലൈൻ ചെയ്യുക. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. സഹായിക ശക്തിചക്രം. സഹായിക ശക്തിചക്രം. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിൾ എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ ഹെൽപ്പിംഗ് സൈക്കിൾ. അത് ഇപ്പം വേണമെന്നില്ല, പഠിക്കുമ്പോൾ അത് വരും. ഹെൽപ്പിംഗ് സൈക്കിൾ, സഹായിക ശക്തിചക്രം. അടുത്തത് ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം, വീക്കനിങ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം, ബ്രാക്കറ്റ് ഇംഗ്ലീഷ് വേണമെങ്കിൽ വീക്കനിങ്, WEAKENING, വീക്കനിങ് സൈക്കിൾ. വിരുദ്ധ ശക്തിചക്രം. വിരുദ്ധ ശക്തിചക്രത്തിന് വേറെ പേര് നശിപ്പിക്കുന്ന ശക്തിചക്രം എന്നും പറയും. ഡിസ്ട്രോയിങ് സൈക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡിസ്ട്രോയിങ് സൈക്കിൾ. വിരുദ്ധ ശക്തിചക്രം, ഇംഗ്ലീഷിൽ ഡിസ്ട്രോയിങ് സൈക്കിൾ. അധ്യായം ചാപ്റ്റർ 3 ബാഗുവ. ബാഗുവ അണ്ടർലൈൻ ചെയ്യാം. ബാഗുവയുടെ അടിയിൽ അണ്ടർലൈൻ. എട്ട് ജീവിത ലക്ഷ്യങ്ങൾ. 8 ജീവിത ലക്ഷ്യങ്ങൾ. സ്ഥിര ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി, കോമ സ്ഥിര ദിശാനുബന്ധി, കോമ പ്രവേശന ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി, കോമ പ്രവേശന ദിശാനുബന്ധി. ഇത് തന്നെയായിരിക്കുന്നു. ഇത് മാറ്റുകയാണ്. അടുത്ത പുസ്തകമായ അവസാനത്തെ പുസ്തകം, വോളിയം 3, പുസ്തകം 3.
അതിൽ ചാപ്റ്റർ 3 വരെ കഴിഞ്ഞ ഇതിലാണ് ചാപ്റ്റർ 4, അതായത് ഫെങ്ഷി ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വാസ്തുവിൻ്റെ 4ാമത്തെ ചാപ്റ്റർ. വാ നമ്പർ അണ്ടർലൈൻ. വാ നമ്പർ കാണുന്ന വിധം. വാ നമ്പർ കാണുന്ന വിധം. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. ഇതെന്നിയായിരിക്കുന്നു. ഗുണകരവും ദോഷകരവുമായ ദിശകൾ. ഗുണകരവും ദോഷകരവുമായ ദിശകൾ. അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും. അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും. ലോ ഷൂ സമചതുരം. ഇംഗ്ലീഷ് ആണ് ലോ, LOSHU, ഷൂ സ്ക്വയർ. ലോ ഷൂ സ്ക്വയർ ഇംഗ്ലീഷിൽ. അതിനകത്ത് ലോ ഷൂ സമചതുരം. ഇതെന്നിയായിരിക്കുന്നു. മറ്റാണ് അധ്യായം 5 ചാപ്റ്റർ 5 സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. ഭൗമിക ശക്തി. ഭൗമിക ശക്തി സപ്തശക്തികളുടെ പേരാണ്. 7 ശക്തികളുണ്ട്. ഓരോന്നായിട്ട് പറയും. ഭൗമിക ശക്തി, കെട്ടിടത്തിന്റെ ശക്തി. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഭൗമിക ശക്തിക്ക് എർത്ത് ഫോഴ്സ് എന്ന് പറയും. കെട്ടിടത്തിന്റെ ശക്തിക്ക് ബിൽഡിംഗ് ഫോഴ്സ്. ഭൗമിക ശക്തിക്ക് എർത്ത് ഫോഴ്സ്, കെട്ടിടത്തിന്റെ ശക്തിക്ക് ബിൽഡിംഗ് ഫോഴ്സ്. വേണമെങ്കിൽ ബ്രാക്കറ്റ് എഴുതാം. ഭൗമിക ശക്തി, കെട്ടിടത്തിന്റെ ശക്തി, സാധനങ്ങളുടെ ശക്തി. സാധനങ്ങളുടെ ശക്തി. സ്ക്രീനിൽ വരുന്നില്ല സാർ. അത് ഇല്ല. ആരാ പറയുന്നത്? ഭൗമിക ശക്തിക്ക് ശേഷമുള്ളതൊന്നും വന്നില്ല. ആർക്കും വരുന്നില്ലേ? എനിക്ക് വരുന്നില്ലല്ലോ. ആരാ പറഞ്ഞത്? വരുന്നുണ്ട് സാറേ. അല്ല, വരുന്നില്ല എന്ന് പറഞ്ഞാരാണ്? ഞാൻ വിജയകുമാർ. എനിക്ക് തോന്നുന്നു അവിടുത്തെ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം കാണും. മറ്റെല്ലാവർക്കും വരുന്നുണ്ടോ? വിജയകുമാർ അല്ലാതെ ആരെങ്കിലും പറയാ വരുന്നുണ്ടോ? ഉണ്ട്. കണ്ണൂരിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം വിജയകുമാറിന്റെ എന്തോ നെറ്റിന്റെ പ്രശ്നമാണ്. ഭൗമിക ശക്തി, അത് കഴിഞ്ഞ് കെട്ടിടത്തിന്റെ ശക്തി അല്ലെങ്കിൽ ബിൽഡിംഗ് ഫോഴ്സ്. എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു. മ്യൂട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും പറയണമെങ്കിൽ മ്യൂട്ട് ചെയ്യുക. ആരും അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു. ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും പറയണമെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയുക. വീണ്ടും മ്യൂട്ട് ചെയ്യുക. ഭൗമിക ശക്തി, കെട്ടിടത്തിന്റെ ശക്തി ബിൽഡിംഗ് ഫോഴ്സ്, സാധനങ്ങളുടെ ശക്തി മെറ്റീരിയൽ ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി ഇംഗ്ലീഷ് വേണമെങ്കിൽ മെറ്റീരിയൽ ഫോഴ്സ്. ക്രമീകരണ ശക്തി അറേഞ്ച്മെന്റ് ഫോഴ്സ്. ക്രമീകരണ ശക്തി ഇംഗ്ലീഷ് അറേഞ്ച്മെന്റ് ഫോഴ്സ്. അറേഞ്ച്മെന്റ് ഫോഴ്സ് ഓരോ മുറിയിലായിട്ടുള്ളതാണ്. ക്രമീകരണ ശക്തി ഓരോ മുറിയിൽ. ഡ്രോയിങ് മുറി,
ഡ്രോയിങ് മുറി, കിടക്കമുറി, കിടക്കമുറി, പൂജാമുറി, പൂജാമുറി, അടുക്കള, അടുക്കള, ഊണുമുറി, ഊണുമുറി, പഠനമുറി, സ്റ്റഡി റൂം, ടോയ്ലറ്റ്, ടോയ്ലറ്റ്, ഓഫീസ് മുറി, ഓഫീസ് മുറി, എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. ഗ്രഹങ്ങളുടെ ശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. മറ്റേ അറേഞ്ച്മെന്റ് ഫോഴ്സ് ആയിരുന്നു നമ്മളിത് കഴിഞ്ഞത്. അറേഞ്ച്മെന്റ് ഫോഴ്സ് കഴിഞ്ഞു. അടുത്തത് ഗ്രഹങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ്, ഇംഗ്ലീഷ്. മനുഷ്യശക്തി, ഹ്യൂമൻ ഫോഴ്സ്. മനുഷ്യ ശക്തി, ഹ്യൂമൻ ഫോഴ്സ്. ഹലോ, മ്യൂട്ട് ചെയ്ത് വെക്കുക. ഹലോ, മ്യൂട്ട് ചെയ്ത് വെക്കുക. അത് മനസ്സിലായില്ലേ? ആ വർത്താനം പറഞ്ഞ മ്യൂട്ട് ചെയ്ത് വെക്കുക. ഹലോ, മ്യൂട്ട് ചെയ്ത് വെക്കുക. ഹലോ, മ്യൂട്ട് ചെയ്ത് വെക്കുക. മ്യൂട്ട് ചെയ്ത് വെക്കുക. ആരെ സംസാരിക്കുന്ന ആരാണ്? മ്യൂട്ട് ചെയ്യുക. ഹലോ, അവര് വിളിച്ചു പറഞ്ഞോണ്ട് മ്യൂട്ട് ചെയ്യുക. വർത്താനം ഇവിടെ പറയുന്നതൊക്കെ ഇവിടെ കേൾക്കാതെ മ്യൂട്ട് ചെയ്യുക. ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക. ഞാൻ 100 രൂപ അതിനോട് കളഞ്ഞു. മറ്റേ ഇതിന്റെ ലാഭം നോക്കാൻ ഇതിന് വന്നത്. ബിജു സാർ അടിയന്തരമായി മ്യൂട്ട് ചെയ്യുക. ഹലോ, പെട്രോളിന്റെ ലാഭം നോക്കാൻ ഇതിന് വന്നത് കൊണ്ടാടാനായിട്ട്. മ്യൂട്ട് ചെയ്ത് വെക്കുക. അവിടെ പോയി കരുതില്ല, അവിടെ പോയി കരുത്. അവര് ബസ് കൊടുത്തത്. ഹലോ, ബിജു എന്ന് പറയുന്ന ആളിന്റെയാണ് ശബ്ദം കേൾക്കുന്നത്. മ്യൂട്ട് ചെയ്യുക. ബിജു ആണ് സൗണ്ട് വരുന്നത് സാർ. ബിജു ആണ്. മ്യൂട്ട് ചെയ്യൂ. മതിയായിരുന്നല്ല. ബിജു മ്യൂട്ട് ചെയ്യൂ. കേൾക്കാൻ വയ്യേ? ബിജു മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്തോ? ഓക്കെ. മനുഷ്യശക്തിക്ക് 7 തരത്തിലുണ്ട്. ശാരീരിക ശക്തി, മാനസിക ശക്തി, ഫിസിക്കൽ ഫോഴ്സ്, മെന്റൽ ഫോഴ്സ്. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മ്യൂട്ട് ചെയ്തില്ല ഇതുവരെ. മ്യൂട്ട് ചെയ്തിട്ടില്ല സാർ. ബിജു മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. അത്ര നമുക്ക് ലാഭമായിരുന്നു സമയം വന്നിട്ട്. ബിജുവിന് കേൾക്കുന്നില്ലേ പറയുന്നേ? ബിജു പറയുന്ന കേൾക്കുന്നുണ്ടോ? അദ്ദേഹം വേറെ ഏതോ ഫോണിലാണ് സാർ, അതാണ് കേൾക്കാത്തത്. അദ്ദേഹം വേറെ ഏതോ ഫോണിലാണ്. ഓക്കെ. മനുഷ്യശക്തി, ശാരീരിക ശക്തി, മാനസിക ശക്തി, മെന്റൽ ഫോഴ്സ്. എല്ലാരും മ്യൂട്ട് ചെയ്യാം സാർ. സാറ് മ്യൂട്ട് ചെയ്യൂ സാർ. എല്ലാരെയും ആൾ മ്യൂട്ട് ചെയ്യൂ സാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ സംശയം ചോദിക്കണത് പറ്റാതെ എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. വേണമെന്നുള്ളവർ ഓപ്പൺ ചെയ്യാം. ഞാനും ആൾ മ്യൂട്ട് കൊടുക്കുന്നു. എന്തൊരു മണ്ടത്തരം. അപ്പൊ അതൊന്ന് വണ്ടി ഞാന് അപ്പൊ ഇതിലെടുത്താൽ മതിയായിരുന്നു. അല്ല, ബിജുവിന്റെ അത് ഞാൻ ഇവിടെ നോക്കിയിട്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി. അവിടെ പോയി ഞാൻ ബസ്സിൽ അവിടെ പോയി മതിയായിരുന്നു.
ഓക്കെ പിന്നെ നോക്കാം. അതൊക്കെ ചെയ്യാറുള്ള അത് രാത്രിയൊക്കെ കഴിഞ്ഞാൽ കുഴപ്പം ഇത്ര നേരം അവിടെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. അതായത് മനുഷ്യശക്തി, ശാരീരിക ശക്തി, മാനസിക ശക്തി. ശാരീരിക ശക്തിക്ക് ഫിസിക്കൽ ഫോഴ്സ്, മാനസിക ശക്തിക്ക് മെന്റൽ ഫോഴ്സ്, വൈകാരിക ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ ഫോഴ്സ്. ശാരീരിക ശക്തി, മാനസിക ശക്തി, വൈകാരിക ശക്തിക്ക് ഇമോഷണൽ ഫോഴ്സ്. ആത്മീയ ശക്തി, സ്പിരിച്വൽ ഫോഴ്സ്. ആത്മീയ ശക്തി, സ്പിരിച്വൽ ഫോഴ്സ്. ഗ്രഹശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹമാണ്, ഗൃഹ അല്ല, വീടിന്റെ അല്ല, പ്ലാനറ്റിന്റെ. ഭൗമിക ശാരീരിക ശക്തി. ഇതിനകത്ത് പോയാൽ ഇത് എളുപ്പമില്ലേ? ഭൗമിക ശാരീരിക ശക്തി. കർമ്മശക്തി. കർമ്മശക്തി അത് 7 മനുഷ്യത്തിൽ 7 അത് 7 എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. അടുത്തത് ബാഹ്യശക്തികൾ. ബാഹ്യശക്തികൾ. ദൃഷ്ടിദോഷം, അതിന് താഴെ അതിൻ്റെ സബ് ഹെഡിങ് ആണ് ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക്. മെട്രോന്ന് പറഞ്ഞാൽ അത്ര നടക്കണ്ടല്ലോ എന്ന് വെച്ചാൽ പോണാണ്. അല്ല മെട്രോ എടുത്തി വണ്ടി സാധ്യത നടക്കേണ്ടത് രീതിയാണ്. അത് ശ്രദ്ധിക്കേണ്ട, മാറ്റം നോക്കുന്നിട്ട് ശരിയാവുന്നില്ല. ബ്ലാക്ക് മാജിക്, ബാഹ്യ ആക്രമണ ശക്തികൾ. ബാഹ്യ ആക്രമണ ശക്തികൾ. അധ്യായം 6, ചാപ്റ്റർ 6. സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. ഉണ്ടല്ലേ? അതിന് ആ 5 മാർഗങ്ങൾ പ്രത്യേകം പറയും. അധ്യായം 7, ചാപ്റ്റർ 7. വാസ്തുദോഷ പരിഹാരങ്ങൾ. ഇതുവരെ നമ്മൾ വാസ്തുദോഷങ്ങളെ പറ്റിയാണ് കൂടുതൽ, പരിഹാരങ്ങൾ കൂടുതൽ ഇത് കഴിഞ്ഞിട്ടാണ്. വാസ്തുദോഷ പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ, ബൈ കൺസ്ട്രക്ഷൻ. വാസ്തുദോഷ പരിഹാരം നിർമ്മിതിയിലൂടെ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് വേണമെങ്കിൽ ബൈ കൺസ്ട്രക്ഷൻ. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. പിരമിഡ് കറക്ഷൻസ്. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. പിരമിഡ് കറക്ഷൻസ്. PYRAMID. പിരമിഡ്. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. പിരമിഡ് കറക്ഷൻസ്. രത്നപരിഹാരങ്ങൾ. രത്നപരിഹാരങ്ങൾ. കടക്ക് നോക്കി അവിടെ കണ്ടോളുന്നത്. അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്. അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്. ഇംഗ്ലീഷ് വേണമെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ്. അനുകൂല ഊർജ ഉപകരണങ്ങൾ, പോസിറ്റീവ് എനർജി ടൂൾസ്. അനുകൂല ഊർജ ഉപകരണങ്ങളുടെ ഇംഗ്ലീഷ് പോസിറ്റീവ് എനർജി ടൂൾസ്. എത്രയായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആയില്ലെങ്കിൽ പറയുക. അടുത്തോട്ട് പോവുകയാണ്. വിവിധ ദോഷ പരിഹാരങ്ങൾ. വിവിധ ദോഷ പരിഹാരങ്ങൾ. ഭൗമിക ശക്തി പരിഹാരം. ഭൗമിക ശക്തി പരിഹാരം. ദിശാദോഷം. ദിശാദോഷ പരിഹാരം. ദിശാദോഷം. ഗൃഹമധ്യസൂത്ര വേദദോഷം. ഗൃഹമധ്യസൂത്ര വേദദോഷം. ചുറ്റുദോഷം. ചുറ്റുദോഷം. ചുറ്റുദോഷന്റെ പരിഹാരങ്ങൾ. ചുറ്റുദോഷ പരിഹാരങ്ങൾ. ചുറ്റുദോഷം എന്നുള്ളതിന്റെ സബ്ഹെഡിങ് ആയിട്ട് കുറച്ച് മാറ്റി എഴുതിക്കൊള്ളുക. ചുറ്റുദോഷ പരിഹാരങ്ങൾ.
നിർമ്മിതിയിലൂടെ നിർമ്മിതിയിലൂടെ ബൈ കൺസ്ട്രക്ഷൻ നിർമ്മിതിയിലൂടെ ബൈ കൺസ്ട്രക്ഷൻ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച് സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച് മൊത്തം വീടിന്റെ ചുറ്റ് ടോട്ടൽ പെരിമീറ്റർ മൊത്തം വീടിന്റെ ചുറ്റ് മുറികളുടെ ഉൾച്ചുറ്റ് മുറികളുടെ ഉൾച്ചുറ്റ് മുറികളുടെ ഉൾച്ചുറ്റ് എഴുതുന്നതായിരിക്കുന്നു. അടുത്തത് സ്ഥാനദോഷം സ്ഥാനദോഷം അതിന്റെ പരിഹാരങ്ങളാണ്. സ്ഥാനദോഷം കിണർ അത് ഓരോന്നിൻ്റെ ആയിട്ട് കിണറിന്റെ സ്ഥാനദോഷം എങ്ങനെ കറക്റ്റ് ചെയ്യാം. കിണർ സ്ഥാനദോഷത്തിന് അല്പം മാറ്റി റൈറ്റിലോട്ട് മാറ്റിയതാണ് സബ്ബെറ്റിങ്. കിണറൊക്കെ സബ്ബെറ്റിങ് ആണ്. കിണർ, സെപ്റ്റിക് ടാങ്ക്, കിണർ, സെപ്റ്റിക് ടാങ്ക്, പൂജാമുറി, പൂജാമുറി, അടുക്കള, അടുക്കള, ടോയ്ലറ്റ്, ടോയ്ലറ്റ്, സ്റ്റെയർകേസ്, സ്റ്റെയർകേസ്, മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റിന്റെ സ്ഥാനദോഷം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. മെയിൻ ഗേറ്റ്, മെയിൻ ഗേറ്റ്, കാർപോർച്ച്, മെയിൻ ഗേറ്റ്, വൈകിട്ടല്ലാതെ മെയിൻ ഗേറ്റ്, കുറച്ച് പോണം. കാർപോർച്ച്, കുറച്ച് പോണം. അവിടുത്തെ എല്ലാം ബസ് അവിടുത്തെ ബസ് എത്തി കഴിഞ്ഞാൽ സ്റ്റാൻഡിന്റെ പടിക്ക് ഇറങ്ങാം. അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് കിട്ടും. ആലുവത്തിന്റെ സ്റ്റാൻഡിന്റെ പടിക്ക് ഇറങ്ങാം. അതിന്റെ പുറത്ത് അപ്പുറത്തേക്ക് വെക്കണം. അത് ചോദിച്ചാൽ ബസ് പ്രൈവറ്റ് ബസ്. ഓവർഹെഡ് വാട്ടർ ടാങ്ക്, ഓവർഹെഡ് വാട്ടർ ടാങ്ക്. മറ്റു വാസ്തുദോഷ പരിഹാരങ്ങൾ. അടുത്ത ഹെഡിങ്, സബ് ഹെഡിങ്, മറ്റു വാസ്തുദോഷ പരിഹാരങ്ങൾ. കുറച്ച് മാറ്റി എഴുതിക്കുക. അപൂർണമായ മൂലകൾ. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മിസ്സിംഗ് കോർണർ, മിസ്സിംഗ് കോർണേഴ്സ്. അപൂർണമായ മൂലകൾ അല്ലെങ്കിൽ മിസ്സിംഗ് കോർണേഴ്സ്. അപൂർണമായ വശങ്ങൾ, മിസ്സിംഗ് സൈഡ്സ്. അപൂർണമായ വശങ്ങൾ ബ്രാക്കറ്റ് മിസ്സിംഗ് സൈഡ്സ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മിസ്സിംഗ് സൈഡ്സ്. തള്ളി നിൽക്കുന്ന മൂലകൾ, തള്ളി നിൽക്കുന്ന പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. ഇംഗ്ലീഷ് വേണമെങ്കിൽ പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. തള്ളി നിൽക്കുന്ന മൂലകൾ, പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. തള്ളി നിൽക്കുന്ന വശങ്ങൾ, പ്രൊജക്റ്റിംഗ് സൈഡ്സ്, പ്രൊജക്റ്റിംഗ് സൈഡ്സ്. പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം, പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം. വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ, വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ.
സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. വീതി ശൂല എന്നായിരിക്കുന്നു. വീതി ശൂല. ഹീനപ്രവേശനവും ഉത്സംഗ പ്രവേശനവും. ഹീന പ്രവേശനവും ഉത്സംഗ പ്രവേശനവും. ഇത് വിചാരിക്കുന്നു. നേർക്ക് നേരെയുള്ള കതകുകൾ. നേർക്ക് നേരെയുള്ള കതകുകൾ. ലെവൽ കറക്ഷൻ. ലെവൽ കറക്ഷൻ. ബീം കറക്ഷൻ. ബീം കറക്ഷൻ. ഒരു പുരയിടത്തിൽ 2 വീടുകൾ. ഒരു പുരയിടത്തിൽ 2 വീടുകൾ. കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ. കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ. കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ. കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ. ഏതെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി. ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി. ഭിത്തി മുട്ടതിര് വേദങ്ങൾ. ഭിത്തി മുട്ടതിര് വേദങ്ങൾ. മോന്തായ വേദം. മോന്തായ വേദം. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. മർമ്മദോഷം. മർമ്മദോഷം. പിശാചവീഥി തടസ്സപ്പെടുക. പിശാചവീഥി തടസ്സപ്പെടുക. അധ്യായം 8, ചാപ്റ്റർ 8. അനുകൂല ഊർജ ഉപകരണങ്ങൾ. ഇംഗ്ലീഷ് വേണമെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ്. അനുകൂല ഊർജ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ്. ഒന്ന്, പ്രധാന വാതിലിന്റെ രക്ഷയ്ക്കുള്ള ഉപകരണങ്ങൾ. പ്രധാന വാതിലിന്റെ രക്ഷയ്ക്കുള്ള ഉപകരണങ്ങൾ. അതെല്ലാം എഴുതണമെന്നില്ല, അവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ എഴുതിയേക്കാം. അത് ക്ലാസ്സിൽ എടുക്കുമ്പോൾ അതെല്ലാം എടുക്കേണ്ടി വരും. വാക്കുവാ കണ്ണാടി. അത് കഴിഞ്ഞു. എനർജി ബാലൻസർ. എനർജി ബാലൻസർ. ഡോർ എനർജൈസർ. ഡോർ എനർജൈസർ.
ത്രിശക്തി യന്ത്രം. ത്രിശക്തി യന്ത്രം. രണ്ട്, പേടകം. ധന, ലക്ഷ്മി, കുബേര പേടകം. അനുകൂല ഊർജ ഉപകരണങ്ങളാണ് ധനലക്ഷ്മി, കുബേര പേടകം. മൂന്ന്, മുക്കാലൻ തവള. ഇംഗ്ലീഷിൽ 3 legged ഫ്രോഗ്. മുക്കാലൻ തവള. ഇംഗ്ലീഷ് വേണമെങ്കിൽ 3 legged ഫ്രോഗ്. ഭാഗ്യം തരുന്ന ആമ. ലക്കി ടോർട്ടോയിസ്. ഭാഗ്യം തരുന്ന ആമ. ലക്കി ടോർട്ടോയിസ്. വിൻഡ് ചൈം. വിൻഡ് ചൈം. ഗേറ്റ് കറക്ഷൻ പിരമിഡുകൾ. ഗേറ്റ് കറക്ഷൻ പിരമിഡുകൾ. അമീത്തിസ്റ്റ് മാല. അമീത്തിസ്റ്റ് മാല. അമീത്തിസ്റ്റ് ബോൾ. അമീത്തിസ്റ്റ് ബോൾ. ജം ട്രീ. ജം ട്രീ. വെഹിക്കിൾ പ്രൊട്ടക്ഷൻ പിരമിഡ്. വെഹിക്കിൾ പ്രൊട്ടക്ഷൻ പിരമിഡ്. പതിനൊന്ന്, വിദ്യാഭ്യാസ ഗ്ലോബ്. എഡ്യൂക്കേഷൻ ഗ്ലോബ്. വിദ്യാഭ്യാസ ഗ്ലോബ്. എഡ്യൂക്കേഷൻ ഗ്ലോബ്. 12, സീലിംഗ് കിറ്റ്. സീലിംഗ് കിറ്റ്. 13, ചൈനീസ് കോയിൻ. ചൈനീസ് കോയിൻ. 14, പശുവും കുട്ടിയും. കൗ ആൻഡ് ചൈൽഡ്. പശുവും കുട്ടിയും. 15, ക്രിസ്റ്റൽ ബോൾ. ക്രിസ്റ്റൽ ബോൾ. 16, ഗോമതി ചക്രം. 16, ഗോമതി ചക്രം. 17, ഭാഗ്യ ദേവതാ കാർഡ്. ലക്കി കാർഡ് എന്നും പറയും, ഏഞ്ചൽസ് കാർഡ് എന്ന് പറയും, ലക്കി ഏഞ്ചൽസ് കാർഡ് എന്ന് പറയും, ഭാഗ്യ ദേവതാ കാർഡ്. ഇത് തന്നെയായിരിക്കുന്നു. 18, മിസ്സിംഗ് കോർണർ എനർജൈസർ. മിസ്സിംഗ് കോർണർ എനർജൈസർ. 19, നസർ ട്രീ ആൻഡ് നസർ യന്ത്രം. നസർ ട്രീ ആൻഡ് നസർ യന്ത്രം. 20, ബാഗുവ ഇൻ യാങ്. ബാഗുവ ഇൻ യാങ്. 21, ഹോളോ പിരമിഡ്സ്. ഹോളോ പിരമിഡ്സ്. 22,
22 സാളഗ്രാം ചിപ്സ്. 23 സാളഗ്രാം മാല. 24 സ്റ്റെയർ കേസ് എനർജൈസർ. 25 സ്വസ്തിക് പിരമിഡ്. 26 സ്വസ്തിക് എനർജൈസർ. 27 ജലനിധിയും കന്യാസ്തൂപവും. 28 വാസ്തു ഹെലിക്സ്.  അതുവഴി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സിലബസ് നമ്മൾ ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സിലബസ് സെഞ്ചുറി ക്ലാസ് ജസ്റ്റ് നമ്മൾ തുടങ്ങും. ഒരു അരമണിക്കൂറോളം കഷ്ടം നമുക്ക് കിട്ടും. ആ അരമണിക്കൂർ നമ്മൾ ജസ്റ്റ് തുടങ്ങി വയ്ക്കും. ഹലോ ബിജു കേക്കാമോ? ഞാൻ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോഴേ പറയണം. എന്താ ബിജുവിന് കേക്കാമോ? ബിജു കേക്കാമോ? ഹലോ ഓക്കെ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സിലബസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ആദ്യ ഫീസ് അടച്ചാൽ ഈ പുസ്തകമൊക്കെ കിട്ടുമോ? അല്ല, പുസ്തകത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ പിന്നെ ഡയറക്ടറുമായിട്ട് സംസാരിക്കണം. പുസ്തകം അയച്ചു തരുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ, ഫീസിന്റെ കാര്യം, വേറെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഡയറക്ടർ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്നോട് ചോദിക്കാം. അത് നമ്മളിനി സിലബസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. എന്താണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ? ഇവിടെ നമ്മൾ ഇതിലെ വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും, അതിൽ ആദ്യം നമ്മൾ വാസ്തു നിമിത്തങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് മുഹൂർത്തങ്ങളെ പറ്റി ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. മുഹൂർത്തം എന്ന് പറയുന്നത് ശരിക്ക് വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. കാരണം മുഹൂർത്തം നോക്കുന്നതും അതൊക്കെ നമുക്കറിയാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ജ്യോതിഷം, ഇപ്പോൾ വാസ്തു നമ്മൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാലും ജ്യോതിഷം പഠിച്ചിട്ടില്ല എങ്കിൽ മുഹൂർത്തം നോക്കുന്നത് ശരിയാവില്ല. കാരണം ഇതിനകത്ത് പുസ്തകത്തിൽ കുറെ മുഹൂർത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെ ശിലാസ്ഥാപനം ചെയ്യുന്നതിനുള്ള മുഹൂർത്തം, അതുപോലെ തന്നെ ഗൃഹ ആരംഭത്തിനുള്ള മുഹൂർത്തം, അങ്ങനെയുള്ള കുറെ മുഹൂർത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിണർ കുഴിക്കുന്നതിനുള്ള സമയം. പക്ഷെ അതൊക്കെ അതനുസരിച്ച് ചെയ്താൽ ശരിയാവില്ല. കാരണം ഒരു ജനറൽ ഐഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ജനറലായിട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ശരിയായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ശിലാസ്ഥാപനം നടത്തണം എന്നുണ്ടെങ്കിൽ
ആ ശിലാസ്ഥാപനം നടത്തുന്ന മുഹൂർത്തത്തിലെ നക്ഷത്രവും വാരവും ശിലാസ്ഥാപനം നടത്താൻ കൊള്ളാവുന്ന നക്ഷത്രം ഏതൊക്കെയാണ്, ശിലാസ്ഥാപനം നടത്താൻ കൊള്ളാവുന്ന വാരം അല്ലെങ്കിൽ ആഴ്ച ഏതൊക്കെയാണെന്നൊക്കെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ മുഹൂർത്തം നോക്കിയാൽ ശരിയാവില്ല. കാരണം ആർക്ക് വേണ്ടിയാണോ വീട് വയ്ക്കുന്ന ഗ്രഹനാഥ അവരുടെ ഗ്രഹനിലയൊക്കെ വെച്ചിട്ട് വേണം മുഹൂർത്തം നോക്കാനായിട്ട്. അല്ലാതെ ജനറലായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന മുഹൂർത്തം ആയിരിക്കില്ല. ഇത് കുറച്ച് ജനറൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മുഹൂർത്തം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു ജ്യോത്സ്യനെ, നിങ്ങൾക്ക് ജ്യോത്സ്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജ്യോതിഷ പണ്ഡിതനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം മുഹൂർത്തം നോക്കാൻ. അതുകൊണ്ട് മുഹൂർത്തങ്ങൾ നമ്മൾ വലിയ പ്രാധാന്യം അത് കൊടുക്കില്ല. പക്ഷെ നിമിത്തങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിമിത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു സ്ഥലം ഒരു വാസ്തു നോക്കുന്ന ആളെന്നുള്ള വിധത്തിൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു ആൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നു ഒരു സ്ഥലം നോക്കാനായിട്ട്. അവിടെ വീട് വയ്ക്കാൻ നല്ലതാണോ, ആ സ്ഥലം വീട് വയ്ക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ അത് എന്തെങ്കിലും അവിടെ ദോഷമുണ്ടോ, ഇതിനെ അറിയാനായിട്ട് നമ്മൾ ഒരാളുടെ കൂടെ പോകുന്നിരിക്കട്ടെ. അങ്ങനെ പോകുമ്പോൾ അവിടെ ആ സ്ഥലം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ആ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ ഈവൻ മണം വരെ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതിൽ നിന്നൊക്കെ നമുക്ക് ആ സ്ഥലം കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നിമിത്തങ്ങളാണ്. അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ശക്തി, പ്രപഞ്ച ശക്തിയുണ്ട്. ആ ശക്തിയുമായിട്ടൊരു കണക്ഷൻ വാസ്തുശാസ്ത്രമൊക്കെ പഠിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞാണ്, ആ കണക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ കണക്ഷനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം, ബോധമുള്ളവരായിരിക്കണം, അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകണം. അപ്പൊ ആ കണക്ഷനെ പറ്റി ബോധമുള്ള നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ കണക്ഷനെ പറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ സ്ഥലം നമ്മൾ ആ വ്യക്തിക്ക് ഒരു വീട് വയ്ക്കാൻ ഏത് കാര്യത്തിനായാലും അത് കൊള്ളാമോ അല്ലെങ്കിൽ മോശമാണോ എന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ് നിമിത്തങ്ങൾ. ആ നിമിത്തങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ശുഭ നിമിത്തമാണെങ്കിൽ അത് കൊള്ളാം, നല്ലതാണ്, ഇവിടെ നല്ല സ്ഥലമാണ്. അശുഭ നിമിത്തമാണെങ്കിൽ ഇത് മോശമാണ്, ഇവിടെ വീട്, ആ ആൾക്ക് ഇവിടെ വീട്, ഒരാൾക്ക് ചിലപ്പം കൊള്ളാവുന്ന സ്ഥലം വേറൊരാൾക്ക് മോശമായെന്നും വരാം. ജനറൽ എല്ലാവർക്കും അങ്ങനെയല്ല, ചിലർക്ക് ഗുണപരമായിരുന്ന സ്ഥലം തന്നെ ചിലർക്ക് ദോഷകരമായെന്നും വരാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരാളുടെ ഇതനുസരിച്ച് സ്ഥലം നോക്കാൻ പോകുമ്പോൾ ആ ആൾക്ക് അവിടെ ശുഭമാണോ അതല്ലെങ്കിൽ ആ ആൾക്ക് അവിടെ അശുഭമാണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെ നിമിത്തങ്ങൾ നമ്മളെ സഹായിക്കും, ശുഭനിമിത്തങ്ങളും അശുഭ നിമിത്തങ്ങളും. ആ ആൾക്ക് അവിടെ കൊള്ളാം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ശുഭമായ നിമിത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല, ആ ആൾക്കവിടെ മോശമാണെങ്കിൽ അശുഭമായ നിമിത്തങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ ഈ ശുഭമോ അശുഭമോ ഒക്കെ കാണാൻ സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ സോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകണം. ആ കണക്ഷനെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വാസ്തു നിമിത്തങ്ങൾ എന്തൊക്കെയാണ്, ശുഭനിമിത്തങ്ങൾ എന്തൊക്കെയാണ്, അശുഭ നിമിത്തങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഇത് മുഴുവൻ ഈ ശുഭനിമിത്തങ്ങളും അശുഭ നിമിത്തങ്ങളും നമ്മൾ കുറെ പറയും ഇവിടെ. ഇതെല്ലാം കാണാതെ പഠിക്കണം നിർബന്ധമില്ല, കാണാതെ പഠിച്ചാലും ദോഷമൊന്നുമില്ല. പക്ഷെ കാണാതെ പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ ഇതില് നമുക്കൊരു നിമിത്തം നമ്മുടെ മുമ്പിൽ, നിമിത്തങ്ങൾ പല വിധത്തിലുണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന നിമിത്തമുണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്ന നിമിത്തമുണ്ട്, മൂക്കിൽ കൂടി കാണാം, അല്ലെങ്കിൽ അതിന്റെ സ്മെൽ, ആ മണം അല്ലെങ്കിൽ അത് മണം അടിക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിമിത്തങ്ങളുണ്ട്. പല തരത്തിലുള്ള നിമിത്തങ്ങളുണ്ട്. അപ്പൊ ഈ നിമിത്തങ്ങള് നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പം ആ ശ്രദ്ധയിൽ വരുന്ന നിമിത്തം ശുഭനിമിത്തമാണോ അല്ലെങ്കിൽ അശുഭ നിമിത്തമാണോ എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കും. നിമിത്തങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും നിമിത്തം വരുന്നു, ഇത് കൊള്ളാം, നല്ല നിമിത്തമാണ്, അല്ലെങ്കിൽ ഇത് മോശമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ അതിൽ ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന ശുഭനിമിത്തങ്ങളും ശുഭനിമിത്തങ്ങളും ഇടയ്ക്കിടയ്ക്ക് നോക്കി വെച്ചാൽ കാണാൻ നിർബന്ധമില്ല, നോക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വാസ്തു എന്നുള്ള ഈ നമ്മളുടെ ഈ പേര്, ഈ വിഷയത്തിൽ വാസ്തുശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നു. വാസ്തുശാസ്ത്രം എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വസിക്കുക അല്ലെങ്കിൽ താമസിക്കുക എന്നൊരു സംസ്കൃത ഒരു ഇതാണ് വസ് എന്ന് പറയുന്നത്. അത് ധാതുവാണ്, സംസ്കൃത ധാതു. ആ വസ് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിന്റെ അർത്ഥം വസിക്കുക അല്ലെങ്കിൽ താമസിക്കുക. അപ്പൊ വസിക്കുക അല്ലെങ്കിൽ താമസിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വസ് എന്നുള്ള സംസ്കൃത ധാതുവിൽ നിന്നാണ് വാസ്തുശാസ്ത്രത്തിന് ഈ പേര് വന്നിരിക്കുന്നത്.
അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വസ് എന്നുള്ള സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ വാസ്തുശാസ്ത്രം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാസ്തുശാസ്ത്രം, ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും വാസ്തുശാസ്ത്രം മനസ്സിലാക്കി, അതായത് അവരുടെ തപശക്തിയിൽ കൂടിയും അല്ലെങ്കിൽ അവരുടെ ധ്യാനത്തിൽ കൂടിയൊക്കെ, വളരെ അഗാധമായ ധ്യാനത്തിൽ കൂടിയൊക്കെ ഈ വാസ്തുശാസ്ത്ര രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള 18 ആചാര്യന്മാരുണ്ടെന്നാണ്. ഈ 18 ആചാര്യന്മാരുടെ പേരുകളൊക്കെ മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. മത്സ്യപുരാണം വളരെയധികം ഒരു പ്രാചീന ഗ്രന്ഥമാണ്, ഒരു പുരാണ ഗ്രന്ഥമാണ്. അപ്പൊ ആ മത്സ്യപുരാണത്തില് ഈ 18 ആചാര്യന്മാരുടെ പേര് പറയുന്നുണ്ട്. അതാണ് ഇന്നിപ്പോ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു ഭൃഗർ അത്രി വസിഷ്ഠസ്യ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം നമ്മൾ പറഞ്ഞു. ആ ശ്ലോകത്തില് ഈ 18 ആചാര്യന്മാരെ പറ്റി പറയുന്നുണ്ട്, 18 ആചാര്യന്മാരുടെ പേര് പറയുന്നുണ്ട്. ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തഥ മയൻ നാരദോ നഗ്നജിത് ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദരഃ ബ്രഹ്മകുമാരോ ശൗനകോ ഗർഗ ഏവജ, ശൗനകൻ ഗർഗൻ മഹർഷിമാരാണ്. ശൗനകോ ഗർഗ ഏവജ വാസുദേവോ അനിരുദ്ധ തഥാ ശുക്രൻ ബൃഹസ്പതി. ഇങ്ങനെ ഇപ്പൊ ഈ 18 പേരുടെ പേര്. അപ്പൊ ഇത് പറയുന്നത് അർത്ഥാദശയിൽ, അതായത് അഷ്ടാദശം എന്ന് പറഞ്ഞാൽ അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10. അഷ്ടാദശം എന്ന് പറയുമ്പോൾ 18. അപ്പൊ 18 ആചാര്യന്മാരാണ് വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വാസ്തുശാസ്ത്രപരമായ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ആചാര്യന്മാരെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തോടുകൂടി വേണം ഏത് കാര്യവും ചെയ്യാമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. നമ്മൾ വാസ്തുശാസ്ത്രത്തെ പറ്റി ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ വാസ്തുശാസ്ത്രമായിട്ട് ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് പോയി നമ്മൾ നോക്കാൻ ചെക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോഴൊക്കെ അത് തുടങ്ങുമ്പം ഈ 18 ആചാര്യന്മാര് ഈ ശ്ലോകം ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവജ വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. ഈ ഒരു മത്സ്യപുരാണത്തിലുള്ള ഈ ഒരു ശ്ലോകം നമ്മൾ പ്രാർത്ഥിച്ച് ഈ 18 ആചാര്യന്മാരുടെ അനുഗ്രഹത്തോടു കൂടി വേണം വാസ്തുശാസ്ത്രപരമായ ഏത് കാര്യവും നമ്മൾ ചെയ്യാൻ. അപ്പൊ അത് ഈ ശ്ലോകം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. തരുന്ന പുസ്തകത്തിൽ ആദ്യത്തെ ഒന്നാമത്തെ ബുക്കില് ആദ്യത്തെ പേജിൽ തന്നെ ഈ ശ്ലോകമുണ്ട്, ഈ 18 ആചാര്യന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകം. അപ്പൊ അത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. ഏത് കാര്യവും വാസ്തുശാസ്ത്ര സംബന്ധിയായ ഏത് കാര്യവും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ശ്ലോകം നമ്മൾ ജപിച്ച് ഈ 18 ആചാര്യന്മാരെ ധ്യാനിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തോടു കൂടി വേണം നമ്മൾ ചെയ്തു തുടങ്ങാൻ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമുക്കറിയാം 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളാണ് ഭാരതീയ എല്ലാത്തിന്റെയും അടിത്തട്ട് അല്ലെങ്കിൽ അടിവേരെന്ന് പറയുന്ന 4 വേദങ്ങളാണ്. ഈ 4 വേദങ്ങൾക്കും 4 ഉപവേദങ്ങളുണ്ട്. 4 വേദങ്ങൾക്കും 4 ഉപവേദങ്ങളുണ്ട്. അതില് 4ാമത്തെ വേദമായ അഥർവ വേദത്തിന്റെ ഉപവേദത്തിന്റെ പേരാണ് സ്ഥാപത്യ വേദം. 4 വേദങ്ങളിൽ 4ാമത്തെ വേദമായ അഥർവ വേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യ വേദം. ഈ സ്ഥാപത്യ വേദത്തില് വാസ്തുശാസ്ത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഈ സ്ഥാപത്യ വേദത്തിൽ പറയുന്നുണ്ട്. അതിനു മുമ്പും ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇതിലെല്ലാം വാസ്തുശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും കൂടുതലായിട്ട് ഇത്രയും ഒരു ഇൻഡെപ്ത് അല്ലെങ്കിൽ ഒരു വളരെ ആഴത്തിൽ ഈ വാസ്തുശാസ്ത്രത്തെ പറ്റി ആദ്യമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം സ്ഥാപത്യവേദമാണ്. അതായത് അഥർവവേദത്തിന്റെ ഉപവേദമായ സ്ഥാപത്യവേദം. അപ്പൊ നമ്മളോട് ആരെങ്കിലും വാസ്തുശാസ്ത്രത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, സ്ഥാപത്യവേദമാണ്. വാസ്തുശാസ്ത്രത്തിലെ ആദ്യത്തെ വേദം സ്ഥാപത്യവേദമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് വാസ്തു സംബന്ധമായ കാര്യങ്ങൾ
വളരെ ആഴത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണ് സ്ഥാപത്യ വേദം. 10 മിനിറ്റിലോട്ട് ചെറിയവൻ ആ ഇപ്പോഴും കേൾക്കുന്നില്ല? ബിജു കേൾക്കുന്നില്ലേ? ബിജു, ഹലോ, ബിജുവിന് കേൾക്കാമോ? ഞാൻ പറയുന്ന ബിജുവിന് കേൾക്കാമോ? അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരുടെയും കേൾക്കാമോ? കമ്പ്യൂട്ടർ, ഈ ബിജുവിന്റെ കമ്പ്യൂട്ടറിൽ കൂടെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വർത്താനം കേൾക്കുന്നു. അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. ഓട്ടെ. സ്ഥാപത്യ വേദം നിമിത്തത്തെ പറ്റി നമ്മൾ പറഞ്ഞ നിമിത്തങ്ങളും അടുത്ത നിമിത്തത്തിലൂടെ ആണ് ശുഭനിമിത്തങ്ങൾ. ഏതൊക്കെയാണ് ശുഭനിമിത്തങ്ങൾ? ഇനി നിമിത്തങ്ങളെ പറ്റി വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിമിത്തങ്ങൾ സ്വാഭാവികമായിരിക്കണം. സ്വാഭാവികമായിരിക്കണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. നിമിത്തങ്ങളൊക്കെ നാച്ചുറൽ ആയിരിക്കണം. എന്താണ് ഈ നിമിത്തങ്ങൾ നാച്ചുറൽ ആകുമെന്ന് പറഞ്ഞാൽ, അൺനാച്ചുറലായ നിമിത്തങ്ങളും ഉണ്ട്. അത് ശരിക്കും നിമിത്തങ്ങളല്ല. കാരണം ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോയി ആ സ്ഥലം വീട് വയ്ക്കാൻ കൊള്ളാമോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ ആ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ജനല്, ഒരു കാറ്റോ എന്തെങ്കിലും വന്നിട്ട് ജനല് ശക്തിയായിട്ട് അടഞ്ഞു തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കട്ടെ. തൊട്ടടുത്ത് നമ്മൾ നോക്കുന്ന വീട് തൊട്ടടുത്ത വീട്ടില് ജനല് ശക്തിയായി അടഞ്ഞു തുറക്കുന്ന ശബ്ദം കേട്ടു. അത് ഒരു അശുഭ നിമിത്തമാണ്. അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അത് അശുഭ നിമിത്തമാണ്. അപ്പൊ അവിടെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ വീട് നോക്കുന്നത് അവർക്ക് ആ വീട് നല്ലതല്ല എന്നാണ് അതിന്റെ നമ്മൾ ആ നിഗമനത്തിൽ എത്തേണ്ടത്. പക്ഷെ ഇത് അറിയാവുന്ന വേറൊരാൾക്ക് ഇത് അറിയാവുന്ന ഇപ്പൊ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ഇത് ഈ നിമിത്തങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഈ സ്ഥലത്തെ പറ്റി ഒരു നോട്ടമുണ്ട്. ആരും നോക്കി പിന്നെ വിലയൊന്നും ശരിയായില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ സ്ഥലം കുറച്ച് വില കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള പല കേസുകളും വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു ചരടോലം വെച്ച് വലിച്ച് അടപ്പിലൊന്ന് കെട്ടിയിട്ട് അകത്ത് നിന്നുകൊണ്ട് തന്നെ ശക്തിയായിട്ട് അടച്ച് തുറക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കുമോ ഇത് അടഞ്ഞു തുറക്കുന്ന ശബ്ദം കേട്ടു, അപ്പൊ അത് നിമിത്തമാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് നാച്ചുറൽ അല്ല, സ്വാഭാവികമായി ഉണ്ടായതല്ല, അസ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ അസ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്ന നിമിത്തങ്ങളല്ല. ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? സ്വാഭാവിക നിമിത്തങ്ങളെയും അസ്വാഭാവിക നിമിത്തങ്ങളെയും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഫോഴ്സുമായി. ബിജു കേൾക്കുന്നേ ഇല്ലേ? ഹലോ ബിജു, പെണ്ണിടണോട്ടൊന്നുമില്ല. പുള്ളി അത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പുള്ളി ഇതൊന്നും കേൾക്കുന്നില്ല. അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുമ്പോഴേ പറയണം. അഥവാ ഞാൻ വിട്ടുപോയി നിങ്ങളെ ഓർമ്മിപ്പിക്കണം. അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുമ്പോഴേ അത് ബിജുവിനോട് പറയണം. എത്ര നേരമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിജു, ഞാൻ പറയുന്നത് കേൾക്കാമോ? ബിജു, ഹലോ, പറയുന്നത് കേൾക്കാമോ? മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സാർ. അല്ല, മ്യൂട്ട് ചെയ്തെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കേൾക്കാമോ എന്ന് അറിയാനാണ്. തിരിച്ചു പറയണമെങ്കിൽ അത് ഓൺ ചെയ്യേണ്ടി വരും. ഓക്കെ ശരി. അപ്പം പിന്നെ നിമിത്തം, അപ്പൊ ശുഭനിമിത്തങ്ങളിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ അടുത്ത വീട്ടിൽ ഒരു കഥ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് അശുഭ നിമിത്തമാണ്. പക്ഷെ അത് മനഃപൂർവ്വം ഒരാൾ അങ്ങനെ ഒരു ശബ്ദം കേൾപ്പിക്കുകയാണെങ്കിൽ അത് അപ്പൊ അത് നിമിത്തമല്ല. കാരണം അത് സ്വാഭാവികമല്ല, അസ്വാഭാവികമാണ്, അൺനാച്ചുറലാണ്. അപ്പൊ അങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ട് ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ അവിടെ നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അത് നിമിത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. പക്ഷെ എങ്ങനെ മനസ്സിലാക്കും സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ? അതിന് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ആ ഹയർ ഫോഴ്സുമായിട്ടുള്ള നമുക്കൊരു ഒരു ലിങ്ക്, ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ ദിവസവും ഈ വാസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവര് ദിവസവും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ അരമണിക്കൂർ നേരം ധ്യാനം, മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ മെഡിറ്റേഷൻ ദിവസം ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് ഈ കണ്ട നിമിത്തം നാച്ചുറൽ ആണോ അൺനാച്ചുറൽ ആണോ, അല്ലെങ്കിൽ സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കണം ആ നിമിത്തങ്ങൾ സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണമെങ്കിൽ ഇതാണ് കുറച്ചു നേരം ധ്യാനിക്കുക ദിവസവും. അതുപോലെ തന്നെ ഹയർ സോഴ്സുമായിട്ടുള്ളൊരു
കണക്ഷൻ, ആ ഒരു ലിങ്ക് നമുക്ക് ഉണ്ടായിരിക്കുക. ആ ലിങ്കിനെ പറ്റി ബോധമുണ്ടായിരിക്കുക, അവെയർ ആവുക. അപ്പോൾ നമുക്ക് അൺനാച്ചുറലും നാച്ചുറലും ആയിട്ടുള്ള പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിമിത്തങ്ങൾ ആദ്യം ശുഭനിമിത്തങ്ങളാണ്. ഇത് പ്രത്യേകിച്ച് എഴുതണമെങ്കിൽ എഴുതാം, വിരോധമില്ല. പക്ഷെ നിങ്ങളുടെ പുസ്തകം കിട്ടുകയാണെങ്കിൽ പുസ്തകത്തിലുണ്ടത്. ശുഭനിമിത്തങ്ങളും അശുഭനിമിത്തങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് ശുഭനിമിത്തങ്ങൾ, ഏതൊക്കെയാണ് അശുഭനിമിത്തങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതുമായി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തും. ആദ്യം ശുഭനിമിത്തങ്ങൾ. ശുഭനിമിത്തങ്ങളിൽ ആദ്യം പറയാൻ പോകുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന ചില നിമിത്തങ്ങളാണ് വേദസൂക്തങ്ങൾ. വേദസൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവീകമായ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ അതെല്ലാം വേദത്തിലുള്ളതെന്ന് മാത്രമല്ല. ഇപ്പൊ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേദസൂക്തങ്ങൾ എന്ന് പറയാൻ പെട്ടെന്ന് അതാണെങ്കിൽ ഇത് അതല്ല. ദൈവീകമായിട്ടുള്ള ഏത് പാട്ട് നമ്മുടെ ചെവിയിൽ ആ സമയം വന്ന് കേൾക്കുകയാണെങ്കിൽ അത് ശുഭനിമിത്തമാണ്. ചിലപ്പോൾ ഒരു പക്ഷെ അടുത്ത ക്ഷേത്രത്തിലുള്ള തൊട്ടടുത്ത ക്ഷേത്രമല്ല കൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു നമ്മളെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവികമായ ഏതെങ്കിലും പാട്ട് വരുന്നു. അപ്പൊ അത് വരുന്ന അതും ഈ വേദസൂക്തത്തിൽ ഉൾപ്പെടുത്താം. ദൈവികമായിട്ടുള്ള ഏത് ഒരു ഗാനമോ അല്ലെങ്കിൽ പാട്ടൊക്കെ നമ്മുടെ ചെവിയിലോട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ അത് ശുഭനിമിത്തമാണ്. അതുപോലെ പടഹം, നമുക്ക് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം. പടക്കം എന്ന് പറഞ്ഞാല് തോക്കിട്ട് വെടിവെക്കുന്ന ആ ശബ്ദമല്ല. ഇപ്പം അമ്പലത്തിൽ വെടിവെക്കുന്നു, അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നു, അങ്ങനത്തെ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ ശുഭനിമിത്തമാണ്. ഭേരി, ഭേരി എന്ന് പറഞ്ഞാൽ അമ്പലത്തില്, ക്ഷേത്രത്തില് നമ്മള് നാഗസ്വരവും ചെണ്ടയും എല്ലാം കൂടെ കൊടുക്കുന്ന ആ ശബ്ദം, ഇത് ദീപാരാധന സമയത്തൊക്കെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ചെണ്ട, ആ ശബ്ദം, അതാണ് ഭേരി. ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അതും ശുഭനിമിത്തമാണ്. ശംഖുലി, ശംഖിന്റെ ശബ്ദം, ശംഖു വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണെങ്കിൽ അതും ശുഭനിമിത്തം. ഇതെല്ലാം ചെവിയിൽ കേൾക്കുന്ന നിമിത്തങ്ങളാണ്. വീണ വായിക്കുന്ന ശബ്ദം, വീണ വായിക്കുന്ന ശബ്ദവും ശുഭമാണ്. അതുപോലെ മൃദംഗം വായിക്കുന്ന ശബ്ദം കേട്ടാൽ, മൃദംഗത്തിന്റെ ശബ്ദം കേട്ടാൽ അതും നല്ലതാണ്. ഇതൊക്കെ ശുഭനിമിത്തങ്ങളാണ്. അപ്പൊ എന്നിവയുടെ ശബ്ദം കേൾക്കുക. വേദസൂക്തങ്ങൾ, പടഹം, ഭേരി, ശംഖുലി, വീണ, മൃദംഗം എന്നിവയുടെ ശബ്ദം കേൾക്കുന്ന ശുഭനിമിത്തമാണ്. ഇതെല്ലാം ശുഭനിമിത്തങ്ങളാണ്. ഇനി കണ്ണുകൊണ്ട് കാണുന്നത് വെളുത്ത കാള, അല്ല വെളുത്ത നിറ കളാൻ കൊണ്ടുവരികയാണെങ്കിൽ അത് ശുഭനിമിത്തമാണ്. പൂമാല, ആ പൂമാല ആരെങ്കിലും ഇട്ടുകൊണ്ട് വരാം, അല്ലെങ്കിൽ പിന്നെ കയ്യിലോ മറ്റോ കൊണ്ടുവരാം. പൂമാല നമ്മൾ കാണുകയാണെങ്കിൽ അതും ശുഭനിമിത്തമാണ്. കുട, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഒരാളൊരു കുടയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശുഭനിമിത്തമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് അതായത് സ്വാഭാവികമല്ല, അസ്വാഭാവികമായിട്ട് മനഃപൂർവ്വം ഒരാൾക്കൊരു കുടയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതറിഞ്ഞുകൊണ്ട് അയാൾ അറിയാതെ കുടയെ ഇത് നിമിത്തമാണെന്ന് മനസ്സിലാക്കാതെ കുടയായിട്ട് വന്നാൽ അത് നിമിത്തമാണ്. പക്ഷെ അയാൾ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് കാണിക്കാൻ വേണ്ടി കുടയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നാച്ചുറൽ അല്ല, അല്ലെങ്കിൽ അസ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ ഇതിൽ പല നിമിത്തങ്ങളും സ്വാഭാവിക നിമിത്തങ്ങളെ നമുക്ക് അൺനാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടും കാണിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. വെളുത്ത കാള, പൂമാല, കുട, വാഹനം, ഏതെങ്കിലും വാഹനം ആ സമയത്ത് അവിടെ വരിക, സ്വർണം, വെള്ളി, നിറപാത്രം, നിറഞ്ഞിരിക്കുക പാത്രം നിറച്ചുള്ള നിറപാത്രം, മത്സ്യം, ആഹാര സാധനം, വെള്ളിപ്പറവ, വെളുത്ത നിറമുള്ള ഏതെങ്കിലും പക്ഷി, കൊക്ക്, അതുപോലെ ഏതെങ്കിലും വെളുത്ത നിറമുള്ള പക്ഷി, മയിൽ, പൂങ്കുയിൽ, ആന, മാൻ, സ്ത്രീ, മംഗല്യം. മംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ വിവാഹത്തിൽ നമ്മളിപ്പോൾ ശബ്ദങ്ങൾ കേൾക്കില്ല, ഇത് ശബ്ദം കേൾക്കുന്നതല്ല, കാണുന്ന കാര്യമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തൊട്ടടുത്ത് ഒരു വിവാഹം നടക്കുന്നു, ആ വിവാഹത്തിന് ഒരു പക്ഷേ വരനെ ഒറ്റോ വെൽക്കം, അതായത് പിന്നെ കൊണ്ടുപോയി ചെണ്ടയൊക്കെ ആയിട്ട് വരനെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ അത് വിവാഹവുമായി അല്ലെങ്കിൽ മംഗല്യവുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ശുഭനിമിത്തമാണ്. മംഗല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ വരികയാണെങ്കിൽ ആ സമയത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
വേദം പഠിച്ചവരുടെ കാര്യത്തിലൊക്കെ വേദം പഠിച്ചവർ വന്നാൽ പോരാ, വേദം പഠിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് വരുന്നു, ഉടനെ അവിടെ നിൽക്കുന്ന വീട്ടുകാർ നമ്മളെ പരിചയപ്പെടാം, ഇവര് വലിയ വേദപണ്ഡിതന്മാരാണ് എന്ന് പറയുകയാണെങ്കിൽ അവർ വേദം പഠിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, രണ്ടുപേര് വന്നു അവർക്ക് വേദം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് വേദം പഠിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാവണം, എന്നാലേ അത് വേദം പഠിച്ച ഇതാവുള്ളൂ. വേദം പഠിച്ചവർ, തേൻ, പഴം, ഗുരുക്കന്മാർ, അത് ഒരു ഗുരുക്കന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഗുരുക്കന്മാർ അധ്യാപകന്മാരായാലും മതി, ഏത് ഗുരുക്കന്മാരായാലും. അമ്മമാർ, പിന്നെ ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇനി അടുത്തത് നമുക്ക് അനുഭവിക്കുന്ന ഇതാണ്, അതായത് നല്ല മണവും തണുപ്പുമുള്ള ഇളം കാറ്റ്. നമുക്ക് നല്ല സുഖം, ഇങ്ങനെ നമുക്ക് നല്ല ഒരു സുഖം തോന്നും. ചെറിയ ഒരു കാറ്റ്, വലിയ കാറ്റൊന്നും അല്ല, ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം തോന്നും. അങ്ങനെ ആ സുഖം തോന്നുന്ന ഇളം കാറ്റ്, അത് നല്ലൊരു ഇതാണ്. അഖില്, ചന്ദനം, കർപ്പൂരം, കുങ്കുമം, ഇവയുടെയൊക്കെ മണം, അവയുടെയൊക്കെ ഗന്ധം, അത് നല്ല ശുഭനിമിത്തങ്ങളാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ ശുഭനിമിത്തങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ അശുഭ നിമിത്തങ്ങൾ എഴുതിയെടുക്കണം. അവസാനത്തത് എഴുതിയില്ല സാർ. ഓക്കെ. അഖില് ചന്ദനം വരെ എഴുതിയുള്ളൂ. അഖില്, ചന്ദനം, കർപ്പൂരം, കുങ്കുമം. അഖില്, ചന്ദനം, കർപ്പൂരം, കുങ്കുമം, ഇവയുടെ ഗന്ധം. അടുത്ത അശുഭ നിമിത്തങ്ങളാണ്. കളിമണ്ണ് നമ്മൾ കാണുക. ഉപ്പ്, പട്ട്, ഔഷധം. ആരെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ ആ മരുന്ന് കയ്യിരിക്കുന്നു, അത് മരുന്നാണെന്ന് നമുക്ക് മനസ്സിലാവുകയും വേണം. അതായത് ചിലപ്പോൾ പോലെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചോണ്ട് വരിക എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാവും അത് കയ്യിരിക്കുന്ന മരുന്നാണ്. അപ്പൊ കയ്യിൽ ഏതെങ്കിലും മരുന്ന്, ഏതെങ്കിലും ഔഷധം, അത് അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദമായിട്ടോ, ഹോമിയോ ആയിക്കോട്ടെ, എന്തായാലും ഔഷധം കയ്യിലുണ്ടെങ്കിൽ അത് അശുഭ നിമിത്തമാണ്. എണ്ണ, വിറക് ആരെങ്കിലും കൊണ്ടുവന്നാലും മതി, അല്ലെങ്കിൽ ആ പുരയിടത്തിനകത്ത് എവിടെയെങ്കിലും കുറെ വിറക് കൂട്ടിയിട്ടേക്കുന്ന കണ്ടാലും അത് അശുഭ നിമിത്തമാണ്. മുറം, ചാരം, ചൂല്, ദർഭ പുല്ല് അറിയാം, ദർഭപുല്ല് അറിയാം, ദർഭ അത് അശുഭ നിമിത്തമാണ് കാണുന്നത്. പുല്ല്, ഉമി, കരിക്കട്ട, മലം, അത് ആ പുരയിടത്തിൽ ആരെങ്കിലും ഇങ്ങനെ നേരത്തെ വേണം പോയി കുസിലൊക്കെ പോയാൽ മലം ഇങ്ങനെ പുരയിടത്തിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും അശുഭ നിമിത്തമാണ്. എള്ള്, ക്ഷുരകനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ഇത് ക്ഷുരകനാണെന്ന് മറ്റോ നമ്മളെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ക്ഷുരകനാണെന്ന് നമുക്ക് ആ വന്നിരിക്കുന്ന ആൾ ക്ഷുരകനാണ് എന്ന് മനസ്സിലാവണം. ഒരാൾ വരുന്നു, അയാൾ ക്ഷുരകനാണെന്ന് മനസ്സിലാവണം. പാമ്പിന്റെ തോല്, ആ പുരയിടത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ തോല് പാമ്പ് ഉരിയുന്ന തോല അവിടെ കിടപ്പുണ്ടെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. തല മുണ്ടനം ചെയ്തയാൾ, മുട്ടയടിച്ചയാൾ, കമ്പിളി തല മുട്ടയടിച്ചിട്ടുള്ള ആള്. വസ്ത്രമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കൊച്ചുകുട്ടി വസ്ത്രമില്ലാതെ വന്നു കഴിഞ്ഞാൽ അതല്ല, പ്രായമായ ഒരാൾ വസ്ത്രമില്ലാതെ വരിക എന്നുള്ളത്. സാധാരണ നമുക്ക് അങ്ങനെ സംഭവിക്കില്ല, നമുക്കറിയാം. അല്ലെങ്കിൽ ഭ്രാന്തൻ വല്ലതും ആയിരിക്കണം. ഇത് ഭ്രാന്തമുള്ളവരൊന്നും അല്ല, ശരിക്കുള്ള ഭ്രാന്തൊന്നും ഇല്ലാത്ത ഒരാൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സംഭവം, അതായത് ഞാനിത് ഇവിടെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ ആദ്യം ഞാൻ ഈ വാസ്തുശാസ്ത്രം നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ആദ്യം വാസ്തുശാസ്ത്രം പഠിച്ച് തുടങ്ങിയത് ആദ്യം പഠിച്ചത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ പലയിടത്തുനിന്നും പഠിച്ചത്. അപ്പൊ അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു.
എനിക്കുണ്ടായിട്ടുള്ള അനുഭവമല്ല, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഒന്ന് ഈ വസ്ത്രമില്ലാത്തവനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, അതായത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ആരുടെ ആവശ്യപ്രകാരം ഒരു സ്ഥലം നോക്കാൻ പോയി, വീട് വയ്ക്കാൻ കൊള്ളാമോ നോക്കാൻ പോയതാണ്. അപ്പൊ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക തൊട്ടടുത്ത വീട്ടിലാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ. അപ്പൊ അങ്ങേരാണ് ഇങ്ങനെ വിളിച്ചത്. അപ്പൊ അങ്ങേര് ഇവിടെ നിൽപ്പുണ്ട്. അങ്ങേര് ഒരു കൈലിയൊക്കെ കൊടുത്തോണ്ട് നിൽക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ ഏളി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിലും വെച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ കൊടുത്തോണ്ട്, വേറെ ഉടുപ്പൊന്നും ഇല്ലാതെ തൊട്ട് നിൽക്കുക അങ്ങേര്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂത്ത കുട്ടി ഓടി വന്ന് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ആ കൈലി കയറി പിടിച്ചു. കൈലി കയറി പിടിച്ചപ്പോ ഈ കൈലി അങ്ങ് സിൽക്ക് പോലത്തെ കൈലി എന്തോ ആയിരുന്നു, കൈലി ഊരി അങ്ങ് പോയി. അപ്പൊ അയാൾ പൂർണ്ണ നഗ്നനായിട്ട്, പെട്ടെന്ന് കുഞ്ഞു കൈ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറി പിടിക്കാനും പ്രയാസമായിരുന്നു. ആയാലും പൂർണ്ണ നഗ്നനായിട്ട് നിൽക്കുന്ന ഒരു അവിടെ വന്ന്, സാധാരണ വരുന്ന ഒരു കാര്യമല്ലത്. പക്ഷെ അവിടെ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു. അപ്പൊ അത് അങ്ങനെ വരുന്നത് സാധാരണ വരാത്ത കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വളരെ മോശമാണെന്നാണ്, അങ്ങേയറ്റം അശുഭമാണെന്നാണ്. യാതൊരു കാരണവശാലും അവിടെ അവരെ വീട് വെച്ച് താമസിക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ അങ്ങനെ വസ്ത്രമില്ലാത്തവനെ കണ്ട ഒരു എക്സാമ്പിള് ഈ പിന്നെ വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയും വരാം ചിലപ്പോൾ. ഭ്രാന്തുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ മുടിയിൽ ജട പിടിച്ചത്, തലമുടിയെല്ലാം കൂടെ ജട പിടിച്ചിരിക്കുകയാണെങ്കിൽ അതും അങ്ങനെയുള്ളവരെ കാണുന്നതും അശുഭമാണ്. കോടാലി എന്തിയവൻ, കയ്യിലൊരു കോടാലി മറ്റുള്ള കയറി വന്നാൽ, അതുമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അൺനാച്ചുറലായിട്ട് സൃഷ്ടിക്കാൻ എളുപ്പം ഒരു കോടാലി കൊണ്ട് ആൾക്ക് വന്നാൽ മതി. പക്ഷെ അത് നമ്മൾ നമുക്കറിയാൻ സാധിക്കണം നാച്ചുറലാണോ അൺനാച്ചുറലാണോ. കോടാലി എന്തിയവൻ, ആണും പെണ്ണും അല്ലാത്തവൻ, അതായത് നപുംസകം, ആണും പെണ്ണും അല്ലാത്ത നപുംസകമായിട്ടുള്ള ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതും അശുഭ നിമിത്തമാണ്. രണ്ട് പക്ഷികൾ, അതായത് രണ്ട് പക്ഷികൾ വന്ന് അവിടെ ആ പുരയിടത്തിനകത്ത് ഏതെങ്കിലും ഒരു മരത്തിന്റെ ശാഖയിലോ മറ്റോ രണ്ട് പക്ഷികൾ വന്നിരിക്കുന്നു. ഒരു പക്ഷിയായ ഇല്ല, രണ്ട് പക്ഷികൾ വരണം. രണ്ട് മനുഷ്യ ഇണപ്പെട്ട നാൽക്കാലികൾ, രണ്ട് പട്ടികൾ തമ്മിലോ അല്ലെങ്കിൽ കാളയും പശുവായിട്ടൊക്കെ ഇണപ്പെടുന്നത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അതും നല്ലതല്ല. ഇതൊക്കെ അശുഭ നിമിത്തങ്ങളാണ്. എഴുതുന്നവരെ എഴുതി കാണുന്ന വിചാരിക്കുന്നു. അടുത്തതിലൂടെ മാറുകയാണ്, വീട്ടിലേക്ക് പറയാം. ശാപവാക്കുകൾ. ഇപ്പൊ അടുത്ത വീട്ടിൽ ആരെങ്കിലും ഇപ്പൊ ഭാര്യയും ഭർത്താവ് അങ്ങോട്ട് ഒരു വഴക്ക് കൂടുന്നു. വഴക്ക് കൂട്ടിയിട്ട് ഒരാൾ മറ്റൊരാൾ അടുത്ത ജന്മത്തിൽ പോലും നിനക്ക് എന്തോ ഗുണം ഉണ്ടാവില്ല, അല്ലെ അടുത്ത ജന്മത്തിൽ പോലും നിനക്ക് ഗുണം പിടിക്കില്ല എന്നൊക്കെ ശപിക്കുന്ന വാക്കുകൾ. ഒരാൾ മറ്റൊരാളെ ശപിക്കുന്ന വാക്ക്, ശപിക്കുന്നത് നമ്മുടെ ചെവിയിൽ കേൾക്കുകയാണെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. വാക്കേറ്റം, പാരുഷ്യം പൂണ്ട വാചകം, വളരെ ദേഷ്യത്തോടുകൂടിയുള്ള വാചകങ്ങൾ, ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. കരച്ചിൽ കേൾക്കുക, പ്രത്യേകം കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ കുട്ടികൾക്ക് ആ വീട് നല്ലതല്ലെന്നാണ്. തേങ്ങൽ എന്നിവ കേൾക്കുക. അകാരണമായി മരക്കൊമ്പുകൾ പൊട്ടി വീഴുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, മരക്കൊമ്പ് പൊട്ടി താഴെ വീഴുന്നു, അത് നമ്മുടെ കണ്ണിൽ പെടുന്നു. നാലുപാടും കൊടും തീയിലാളുന്നത് കാണുക. ഇതൊക്കെ എപ്പോഴും വരുന്ന കാര്യങ്ങളല്ല, പക്ഷെ പെട്ടെന്ന് എവിടെങ്കിലും അടുത്ത് തീ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ അങ്ങേയറ്റം ദോഷമാണ്. നാലുപാടും കൊടും തീയിലാളുന്നത് കാണുക. നാലുപാടും തീ എരിഞ്ഞ് കെടുക. ഭൂകമ്പം ഉണ്ടാകുക, അതൊക്കെ വളരെ റെയറായിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാത്തതാണ്, പക്ഷെ അത് വന്നാൽ അങ്ങേയറ്റം ദോഷമാണ്. ഭൂകമ്പം ഉണ്ടാകുക. അത്യുഗ്രമായ കാറ്റ് വീശുക. ചെറിയ ഇളംകാറ്റ് നേരത്തെ നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ വലിയ കാറ്റ്, കൊടുങ്കാറ്റ് പോലത്തെ അത്യുഗ്രമായ കാറ്റ് വീശിയാൽ അത് അശുഭമാണ്. ശാലയുടെ വാതിൽ തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞതാണ്, ശാലയുടെ വാതിൽ, അത് ജനലിന്റെയോ കതകിന്റെയോ ഏത് വരാം. ശാലയുടെ വാതിൽ തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുക. ഇതൊക്കെ അശുഭ നിമിത്തങ്ങളാണ്. കാക്കയും കുയിലുമായിട്ടും കീരിയും പാമ്പുമായിട്ടും വിത്തുകാള തമ്മിലൊക്കെ പൊരുതുന്നതും കാണുക. ഇതെല്ലാം അശുഭ സൂചകങ്ങളാണ്. ഇത് നിർത്തിയിട്ട് ക്ലാസ് നിർത്താം. വാസ്തുമുഹൂർത്തം അടുത്ത ക്ലാസ്സിലാണ്.
അപ്പം നമ്മൾ നിമിത്തങ്ങൾ, ശുഭനിമിത്തങ്ങളും അശുഭനിമിത്തങ്ങളും നമ്മൾ ഇന്ന് എടുത്തു. വാസ്തുമുഹൂർത്തം പോലെ നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്നതായിരിക്കും. വാസ്തുമുഹൂർത്തം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വാസ്തുമുഹൂർത്തവുമായിട്ട് ബന്ധപ്പെട്ടത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആദ്യം തുടങ്ങുന്നത് വാസ്തുമുഹൂർത്തമായിരിക്കും. ഇനി നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അവസാനത്തെ ഒരു 4-5 മിനിറ്റ് നമുക്ക് സംശയം ചോദിക്കാനുണ്ട്. ആർക്കെങ്കിലും അത് ഇന്ന് പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് ചോദിക്കാം. വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം എന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ല? ഹലോ, സംശയം. നമസ്കാരം. സംശയം ചോദിക്കുകയാണെങ്കിൽ പേരൂടെ പറയാം. എന്റെ പേര് ദീപു എന്നാണ് സാറേ. ലാസ്റ്റ് ഈ വാതിലും ഇത് അടച്ചു തുറക്കുകയും കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഒന്ന് ലാസ്റ്റ് എഴുതി തീർന്നില്ലായിരുന്നു. അതൊന്നുകൂടെ കാണണോ? ആ ഓക്കെ. അത് അപ്പോഴേ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അപ്പൊ എളുപ്പമുണ്ടായിരുന്നല്ലോ. അപ്പൊ ശാലയുടെ വാതിൽ തനിയെ അടയുകയും തുറയുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ കാക്കയും കുയിലും കീരിയും പാമ്പും വിത്തുകാളകളും തമ്മിൽ പൊരുതുക. ഇതെല്ലാം അശുഭ സൂചകങ്ങളാണ്. എഴുതിയല്ലോ, മാറ്റാമല്ലോ. ഹലോ, ഓക്കെ സാർ. ഓക്കെ സാർ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മള് വാസ്തു മുഹൂർത്തം തുടങ്ങും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഇന്ന് അടുത്തതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ പിന്നെ മിക്കവാറും എല്ലാവരും 8 മണിക്ക് മുമ്പ് കാരണം പള്ളി 8 മണി കഴിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. 8 മണിക്ക് 1 മിനിറ്റെങ്കിലും മുമ്പ് വന്ന് കയറാൻ നോക്കുക. അപ്പം നമുക്ക് തുടങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ ഒരു ഒരു ആത്മാർത്ഥതയോടെ, ഒരു സിൻസിയറിറ്റി, കമ്മിറ്റ്മെന്റോടുകൂടി ഈ പോഷൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം വേറെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് ചാൻസ്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് യു. ഓഫ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ, നന്ദി.